ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലെയാണ് നമ്മൾ ജോർജിയയിലെത്തിയത്. ഇന്നലെ ഒരു രാവിലെ 1:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. ആൻഡ് നമുക്ക് 10 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇന്നും ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ആഴ്ച എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽ, അതൊക്കെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ട് യാത്ര ബസ്സിൽ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം സാർ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ വർക്ക് വന്നിട്ട് ഞങ്ങളോട് എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. സോ ഇവരെല്ലാവരുമാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ്. എല്ലാവരെയും കൊണ്ട് ഹായ് പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. Guys, please subscribe Not That Weird. Link in the description. ഇത് വിവേക്. ആൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും പോയി നോക്കണം. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുക. ആൻഡ് നമുക്കിങ്ങനെ ബസ് നമ്പറും എല്ലാം നമുക്കിങ്ങനെ ഒരു ബോർഡിൽ കാണും. അത് കയറി പോയാൽ മതി. അതെന്തോ ക്ലിയർ ആയിട്ട് വരുന്നില്ല. സോ എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ. സോ ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പം ഞാനും ജോനിയും ജസ്ലിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു. അവിടെ ചുമ്മാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ പേരാണ് ഹൈഷാം. അവൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. അപ്പം അത് കണ്ട് ബാക്കി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കാത്ത് നമ്മുടെ ബസ് എത്തി. അത് നമ്മൾ ബസ്സിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. അപ്പം ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിയുമ്പം പിന്നെ 1 മണിക്കൂർ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. അപ്പോഴാണ് ഞാൻ അടുത്തൊരു പോംഗ്രനേറ്റ് മരമൊക്കെ കണ്ട്, പിന്നെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാമെന്ന് വെച്ചു.
സോ ഇന്ന് വെനസ്ഡേ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വെളിയിൽ നോക്കിയപ്പോൾ നല്ല ഗ്ലൂമി ആയിരുന്നു വെതർ. അപ്പം ഇന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ നല്ല മടിയായി. അതുകൊണ്ട് സൺസെറ്റ് മാത്രം റെക്കോർഡ് ചെയ്ത് ഞാൻ വെനസ്ഡേ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമുക്ക് നേരെ തേഴ്സ്ഡേയിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ട്രാൻസിഷനൊക്കെ വെച്ച് നമ്മൾ തേഴ്സ്ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ടോപ്പ്, അതുകൊണ്ടാണ് ഞാൻ ട്രാൻസിഷനൊക്കെ എടുത്തത്. സോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സ്ക്രബ്സ്, വൈറ്റ് കോട്ട്, ബോട്ടിൽ എല്ലാ സാധനങ്ങളും ബാഗിലേക്കൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കുക മറക്കാതെ. ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ആൻഡ് വെളിയിൽ പോയപ്പോഴത്തേക്കും ഇന്നലത്തെയും കൂടെ കേട് തീർത്ത് സൂര്യൻ ഇങ്ങനെ നല്ല ഷൈൻ ചെയ്ത് നിൽക്കുമായിരുന്നു. ആൻഡ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് എത്തും. സോ ഇന്ന് രാത്രി 12 മണിക്ക് നമിതയുടെ ബർത്ത്ഡേയാണ്. അപ്പം നമ്മൾ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഗിഫ്റ്റൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ്. സോ എൻ്റെ കൂടെ ആനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിക്കാനായിട്ട് ക്യാരിഫോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റായിട്ട് പോവുക. ആൻഡ് ഇവിടുത്തെ ക്യാരിഫോറിൽ ഞാനും വന്നിട്ടില്ല, എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പറയുക, ഈ റോഡൊക്കെ കാണാൻ എന്ത് രസമാണ്, അങ്ങനെ നടക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ആൻഡ് നമ്മളിനി അകത്തോട്ട് പോവുക. അകത്തോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു വലിയൊരു ക്യാൻഡി സെക്ഷനൊക്കെ കണ്ടു. പക്ഷെ നമ്മുടെ ടാർഗറ്റ് മിനിസോയാണ്. ഇവിടെ 2 ഫ്ലോറുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യാരിഫോർ, മിനിസോ അങ്ങനത്തെ കടയും, മുകളിലത്തെ ഫ്ലോറിൽ JYSK, നമ്മുടെ നാട്ടിലെ ഐക്യ പോലെയൊക്കെ, ആൻഡ് യോയോസോയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മിനിസോയിലെത്തി. അകത്തോട്ട് കയറിയപ്പം കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് ക്യാൻഡിൽ ഹോൾഡറാണ്, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ടോയ്സ്, പെർഫ്യൂം, ബോട്ടിൽസ്, പേഴ്സ് അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു യോയോസോയിലും കൂടെ കയറി നോക്കാമെന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഈ പ്ലേറ്റ് കണ്ടത്. അപ്പോൾ അത് പാക്ക് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ക്യാരിഫോറിലേക്ക് കയറി. സോ വേറെ ഒന്നും മേടിക്കാനില്ലായിരുന്നു, പച്ചക്കറി മാത്രം മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല, ജസ്റ്റ് വെളിയിൽ മാത്രം ഇങ്ങനെ നിന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഹേസൽനട്ട് കാണുന്നത്. നല്ലതായിരുന്നു. അപ്പോഴാണ് ഞാൻ തേങ്ങ കണ്ടത്. സോ ഒരു കിലോ തേങ്ങയ്ക്ക് ഇവിടെ 10 ലാരിയ, അതായത് നമ്മുടെ നാട്ടിൽ 300 രൂപ വരും. പിന്നെ ബേബി കോൺ, പിന്നെ അവിടെ തന്നെ ഈ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി വില ഉണ്ടായിരുന്നു. സോ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം വന്നതുകൊണ്ട് തൽക്കാലം ഇതൊന്നും വേണ്ട. പിന്നെ ഈ കിങ് ഓയിസ്റ്റർ, മഷ്റൂം അങ്ങനത്തെ ഇച്ചിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു കഴിയുമ്പം ഇങ്ങനെ പ്രൈസ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഒട്ടിച്ചിട്ട് വേണം കൗണ്ടറിൽ പോയി ബില്ല് ചെയ്യാൻ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ട് അന്നത്തെ ദിവസം തീർന്നു. അങ്ങനെ കാത്ത് ഒരു സാറ്റർഡേ എത്തി. സത്യത്തിൽ ഇന്ന് സാറ്റർഡേ ആണെന്നല്ല, നാളെ സൺഡേ ആണല്ലോ എന്ന് ഓർത്തിട്ടുള്ള സന്തോഷമാണ്. ഇവിടെ എത്തിയിട്ട് നല്ലൊരു റെസ്റ്റ് കിട്ടിയിട്ടില്ല. സോ നാളെ സൺഡേയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി. ബസ്സിലൊക്കെ കയറി ഹോസ്പിറ്റലിലെത്തി. സോ അങ്ങനെ നമ്മുടെ 4th ഇയറിലെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. ഇന്ന് സാറ്റർഡേയാണ്. ആൻഡ് നമുക്ക് എല്ലാവരോടും ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് ഓഫ് കോളേജ്? നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ജസ്ലി എങ്ങനെയുണ്ടായിരുന്നു?
കുറച്ച് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണ് രാവിലെ എണീറ്റ് ബസ്സിൽ കയറി. അത് 10 മണിക്ക് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉറക്കം കിട്ടാറില്ല അല്ലേ? ആൻഡ് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആൾക്കാരോട് ചോദിക്കാം. പൂജ, okay, how was first week of 4th year? It was very good. Good. New experience. How is your sleep schedule? Very nice sleep every day. എല്ലാവർക്കും ഉറക്കം കിട്ടാറില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് ഓഫ് 4th ഇയർ? നല്ലതായിരുന്നു. വളരെ നല്ലതായിരുന്നു. വിശക്കുന്നൊന്നുമില്ല? എനിക്ക് അതുകൊണ്ട് വിശക്കുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞു പഠിക്കാൻ പോകും. ഓക്കെ, ഹൗ വാസ് ഫസ്റ്റ് വീക്ക് ഓഫ് 4th ഇയർ? Okay. Okay. How is your studies? Topper at all? I am not topper. I am the last person in the group. ഭയങ്കര ഹമ്പിളും, അതുകൊണ്ട് സമ്മതിക്കില്ല. ഇവിടെ ആക്ച്വലി വൈഷ്ണവ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ക്യാൻഡി ഒന്നും വീണില്ല. അപ്പോൾ അവളുടെ പൈസ പോയി, ക്യാൻഡി കിട്ടിയതുമില്ല. അപ്പം അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുക ക്യാൻഡി വീഴുമോ ഇല്ലയോ എന്നറിയാൻ, പക്ഷെ വീഴുന്നില്ല. അപ്പം വൈഷ്ണവിക അതിൻ്റെ സങ്കടത്തിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു അവൾക്ക്. അപ്പം നമുക്ക് വിഷ്ണുപ്രിയയോട് ചോദിക്കാം. എൻ്റെ ഫസ്റ്റ് വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഒന്നും തോന്നുന്നില്ല 4th ഇയറിലെത്തിയിട്ട് സന്തോഷം ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയിട്ട് എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ. സോ എനിക്ക് തോന്നുന്നു അവസാനം അവൾക്ക് കിട്ടിയ സംഭവം, അതിൻ്റെ സന്തോഷത്തിൽ അവൾ തുള്ളിച്ചാടുകയാണ്. 4th ഇയർ. Not that much good, but okay. Okay. How is hospital? Hospitals are very far. അങ്ങനെ നമ്മൾ സാറ്റർഡേ നൈറ്റ് നമിതയുടെ ബർത്ത്ഡേ ട്രീറ്റിന് വേണ്ടി പോയി. നമ്മൾ സബർത്താലയിലുള്ള ലഞ്ച് ബോക്സിലാണ് പോയത്. ഞാൻ പൊറോട്ടയും കടായി ചിക്കനും കഴിച്ചത്, പിന്നെ ബട്ടർ ചിക്കനും കഴിച്ചു. നല്ലതായിരുന്നു. ബാക്കി എല്ലാവരും ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇങ്ങനെ കുറേ എണ്ണം ഓർഡർ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. പിന്നെ തിരിച്ചു പോയി. ബൈ. സോ ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ എൻഡ് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ സ്റ്റിക്കി നോട്ട്സൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഇച്ചിരി അതൊക്കെ വായിച്ച് മറ്റേ ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് എഴുന്നേൽക്കാനായിട്ടാണ്. എല്ലാ ദിവസമൊന്നും വായിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് വായിക്കാം. സോ യാ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു സബ്സ്ക്രൈബ്. ആൻഡ് നമ്മളിങ്ങനെ സാധാരണ പൊതുവെ പറയാറുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിൽ വലിയ എഫേർട്ടൊന്നും ഇടണ്ട, അങ്ങനെ അത് പൊക്കോളും എന്ന്. പക്ഷെ ശരിക്കും ഏതൊരു റിലേഷനിലാണെങ്കിലും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആവട്ടെ, എഫേർട്ട് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ശരിക്കും എഫേർട്ട് ഇടണം. അതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നല്ലൊരു ക്വാളിറ്റി ടൈം നമ്മുടെ ലവ്ഡ് വൺസ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ആൻഡ് ശരിക്കും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും ആ സമയത്ത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Till the next video we meet. Take care and bye-bye.